കേസുപരമായിട്ട് ഞാൻ മുമ്പോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ആരെയും സപ്പോർട്ടൊന്നുമില്ല. സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഇവരായിട്ട് അത് ഇവരെ കാരുണ്യം കൊണ്ട് അത് നിർത്തി തന്നു. അത് ജനങ്ങളാണ് ഈ ഒരു വിധി അവർക്ക് ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ചെന്ന് നിന്റെ സ്ഥാനത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തിരിക്കും. അല്ലാതെ എല്ലാവരും പറയുന്നത് ഏതു കാരണമാണ് അവർ തോറ്റത് അങ്ങനെയൊന്നുമല്ല. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഇനി എന്തറിയാനാ ജനങ്ങൾക്ക് തിരിച്ചറിവുള്ളതുകൊണ്ട് ജനങ്ങൾ എന്നെ പോലത്തെ എത്രയോ ആളുകളെ ദ്രോഹിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാരെ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അപ്പോൾ അതിന്റെ പേരിലാണ് ജനങ്ങൾ, അല്ലാതെ എന്റെ ബ്രാക്കോ ഓരോരുത്തർ പറയുന്നത് നിന്റെ ബ്രാക്ക് കാരണമാണ് അങ്ങനെ ആരെയും നമ്മൾ അങ്ങനെ ആരെയും ബ്രാവാനും അങ്ങനെ ഒരു മനസ്സല്ല. യദു ശരിക്കും ആഗ്രഹിച്ചിരുന്നോ CPM അല്ലെങ്കിൽ LDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും ഭരണം നിലനിർത്തണം കോർപ്പറേഷൻ എന്ന് യദു ആഗ്രഹിച്ചു? അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കില്ലല്ലോ. നമ്മുടെ അനുഭവമല്ലേ അവർ. ഒന്നാമത് ഇപ്പോഴേ എന്നെ നല്ല രീതിയിൽ ദ്രോഹിച്ച ആൾക്കാരാണ്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എത്തി കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ പോലെ തിരുത്താനുള്ള അവസരം കൊടുക്കുകയും അല്ലാതെ അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാത്ത ഒരാൾക്കാരാണ്. കുട്ടി പറഞ്ഞാലും കാര്യമുണ്ട്. താൻ ചെയ്തത് പൊറുക്കാനാവാത്ത തെറ്റ് തന്നെയാണ്. അപ്പോൾ ഒരാളെ ഒരു പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ഈ തൊഴിലാളി ദിനത്തിന്റെ അന്ന് തന്നെ എന്റെ ജോലി എനിക്ക് നഷ്ടമാവുകയാണ് ചെയ്തത്. സംഗതി നമ്മൾ ചെയ്യുന്നത് ചീപ്പാണെങ്കിലും അതിന് സ്റ്റാൻഡേർഡ് വേണ്ടേ? റിസൾട്ട് വന്നപ്പോൾ എന്ത് തോന്നി? ജനങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് തോന്നി. ഒരു പാർട്ടി ഭേദമന്യേ വോട്ട് കൊടുക്കുന്ന ആൾക്കാർ അവരെ വിജയം തന്നെയാണ്. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ജനങ്ങൾ അത്രയ്ക്ക് പൊറുതിമുട്ടി എന്നുള്ള അർത്ഥമാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇതൊക്കെ എന്ത് ആ സമയത്ത് പിന്നെയും ചർച്ചയായപ്പോൾ ഇങ്ങനെ നിരവധി ഫോൺ കോളുകളൊക്കെ വന്നു പേഴ്സണലായി. പേഴ്സണലായിട്ടല്ല, ഇത്രയും കാലം വിളിക്കാത്ത ചാനലുകാരെല്ലാം വിളിച്ചു. ഇത്രയും കാലം കേസ് അവരെ പേരെ 1-ാം പ്രതി 2-ാം പ്രതിയും ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് പോലും ആരും സപ്പോർട്ട് ചെയ്യാനോ വന്നിട്ട്. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ലോക പരാജയം. ഒരു പാർട്ടി ആൾക്കാർ പോലും ഈ പറയുന്ന BJP ആയാലും കോൺഗ്രസ് ആയാലും ആരും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക്